ഇനിയെന്നും മാമ്പഴക്കാലം. നല്ല പഴുത്ത മാമ്പഴം തൊലി കളഞ്ഞെടുക്കാം. ശേഷം ഒരു പാൻ ചൂടാക്കി മാമ്പഴം പാനിലേക്ക് ഇടാം. ലോ ഫ്ലെയിമിൽ വെക്കണേ. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും പഞ്ചസാരയും ചേർത്തിളക്കി ചൂടാക്കാം. മഞ്ഞൾപ്പൊടിയും പഞ്ചസാരയും പ്രിസർവേറ്റീവായിട്ടാണ് ഉപയോഗിക്കുന്നത്. 4-5 മിനിറ്റ് ചൂടാക്കിയാൽ മതിയാകും. അതിനുശേഷം നന്നായി തണുത്തു കഴിഞ്ഞാൽ ടിന്നിലോ കവറിലോ ആക്കി ഫ്രീസറിൽ വെക്കാം. അടുത്ത മാമ്പഴക്കാലം വരെ ഇങ്ങനെ വെച്ച് മാമ്പഴ പുളിശ്ശേരിയും മാമ്പഴ പച്ചടിയും ഒക്കെ ഉണ്ടാക്കാം. ഈ മാങ്ങ എനിക്ക് എൻ്റെ ഫ്രണ്ട് സുബി തന്നതാണ്. ഈ സൂത്രം അറിഞ്ഞാൽ പിന്നെ സുബി എനിക്ക് മാമ്പഴം തരുമെന്ന് തോന്നുന്നില്ല. മാമ്പഴം ഇങ്ങനെ സൂക്ഷിക്കാമെന്ന് പറഞ്ഞു തന്നത് എൻ്റെ ഫ്രണ്ട് ആലപ്പുഴയിലുള്ള ഗീതയാണ്. ഗീത, താങ്ക്സ്. ഇനി മാമ്പഴം എങ്ങനെ സൂക്ഷിക്കാമെന്ന് എന്നോട് ചോദിച്ചത് എൻ്റെ ഫ്രണ്ട് ശ്രീയാണ്. ശ്രീ 2 പാക്കറ്റ് കൂടുതൽ റെഡിയാക്കിയേക്കണേ. മാമ്പഴം നമ്മുടെ ഫ്രീസറിൽ ഉണ്ടെന്ന കാര്യം ആരോടും പറയരുത് കേട്ടോ. പിന്നെ മാമ്പഴക്കറി കൂട്ടാൻ വിരുന്നുകാരുടെ തിരക്കായിരിക്കും. ഫ്രീസറിൽ സൂക്ഷിക്കുന്ന ഒട്ടനവധി റെസിപ്പികൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഒന്ന് കണ്ടു നോക്കണേ. താങ്ക്